രാജുവേട്ടൻ എന്നെ TK രാജകുമാർ വിളിക്കുന്നു, വിധു എന്തായി? അപ്പം ഞാൻ പിന്നെ രാജുവേട്ടൻ ഇന്ന പോലെ ഇത്രയും പൈസയും കൂടെ വേണം നമുക്ക് ഇത് ഓപ്പറേഷന് വേണ്ടിയെന്ന് പറയുന്നു. അപ്പോൾ എന്നെ പറഞ്ഞു ശ്രീകണ്ഠൻ നായർ വിളിക്കും, വിധുവിനെ വിളിക്കും. അപ്പോൾ എത്ര രൂപ വേണം എന്നുള്ളത് സാറിൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ ശ്രീകണ്ഠൻ നായർ സാർ വിളിക്കുന്നു. അപ്പോൾ വിളിച്ച് ഞങ്ങൾ ഏഷ്യാനെറ്റ് വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടൊക്കെ ഉണ്ട്, സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പക്ഷേ സാറിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇനി രാജുവേട്ടൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തതാണോ എന്നെനിക്കറിയത്തില്ല. വിധു എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കൊരാൾ നമ്മളെ പേരെടുത്ത് വിളിക്കുമ്പോൾ അത്രയും സ്വാതന്ത്ര്യം അല്ലേ, അടുപ്പം ഉണ്ടെന്നൊരിതല്ലേ. അപ്പോൾ ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു എന്തായി, BRൻ്റെ ഓപ്പറേഷനൊക്കെ എല്ലാം ആയോ? അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒരു 3.5 ലക്ഷം രൂപയും കൂടെ വേണം, അപ്പോഴേ ഓപ്പറേഷൻ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒന്നും വിഷമിക്കണ്ട, ഒരു 2 മണിക്കൂറിനകം 4 ലക്ഷം രൂപ വിധുവിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. എനിക്ക് അക്കൗണ്ട് നമ്പറും ഇതും എല്ലാം കൂടെ എൻ്റെ വാട്സപ്പിലേക്ക് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും ആ നിമിഷങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ എന്താ ഇത്രയും സ്നേഹിക്കപ്പെടുന്ന ഒരു എങ്ങനെ ഇതാണ്, അതൊന്നും നമുക്ക് പറഞ്ഞോ അല്ലെങ്കിൽ അതിലൊരു നന്ദി പറഞ്ഞോ ഒന്നും നമുക്കത് ഇതാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള ഓരോ വ്യക്തികളെയും നമ്മൾ ദൈവത്തെ പോലെ കാണുന്നു.